ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പല പല സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൊസൈറ്റിയാണോ വലുത്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ, എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വൻ പ്രതിഫലം കിട്ടും, വൻ സ്ഥാനമാനങ്ങൾ കിട്ടും എന്നൊക്കെ വിചാരിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഈ ഭൂലോക തട്ടിപ്പ് കമ്പനിയുടെ കൂടെ നിന്ന് പണിയെടുക്കുന്ന ഒരാണോ ശരി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭിന്നിച്ചിരിക്കുകയാണ്, തല്ലിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സർക്കാർ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് വിതരണം ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്, ഒരുപാട് വർഷങ്ങളെടുക്കും, ഒരുപാട് പ്രോസസ്സുകളുണ്ട്, ലീഡർമാരുടെയൊക്കെ പണം പിടിച്ചെടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇപ്പോൾ ആകെ 212 കോടിയേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കമ്പനിയെ കൊണ്ട് വിതരണം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാണ് അവരുടെ ന്യായീകരണം. എന്നാൽ പിന്നെ ഈ നല്ലവരായ വിഡ്ഢികളായ ആൾക്കാരോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, കമ്പനി ജയിച്ചു വന്നു കഴിഞ്ഞാലും ഈ 212 കോടി അല്ലെങ്കിൽ ബാങ്കിൽ 225 കോടി ആണുള്ളത്, ആ 225 കോടി മതിയാവുമോ നിങ്ങൾക്ക് തരാൻ? അപ്പോൾ 225 കോടി മതിയായില്ലെങ്കിൽ ലീഡർമാർ പൈസ കൊടുക്കുമോ? അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോവുക, ആൾക്കാർ ഇതിൽ നിന്ന് സ്വയം പിന്മാറുക എന്നുള്ള തന്ത്രമാണ് രണ്ട് വിഭാഗങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ഈ 220 കോടിയൊന്നും മതിയാവില്ല നിങ്ങളുടെ ക്ലെയിം കൊടുക്കാൻ വേണ്ടിയിട്ട്. ചുരുങ്ങിയത് ഒരു 1000 കോടിയെങ്കിലും വേണ്ടി വരും. അത് ഈ 800 രൂപയുടെ ചായപ്പൊടി വാങ്ങിച്ച് കോടികളുണ്ടാക്കിയ ലീഡർമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ക്ലെയിം കൊടുക്കുക, നിലവിലുള്ള പണത്തിൽ നിന്ന് പണം എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കുക, കമ്പനിയുടെ ഈ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയെ ശക്തിയുക്തം എതിർക്കുക, ഇവരെ തിരിച്ചറിയുക എന്ന് മാത്രമാണ്. ഇപ്പോൾ 239 ആൾക്കാർ ക്ലെയിം കൊടുത്തപ്പോൾ തന്നെ അത് 20 കോടിയായി. ഇനിയും ഒരു 1000-ഓളം പേര് മാത്രമാണ് ഇനി ക്ലെയിം കൊടുക്കുക. ബാക്കി എല്ലാവരും ലീഡർമാരാണ്, അല്ലെങ്കിൽ ക്ലെയിം കൊടുക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള പൈസ സമ്പാദിച്ചവരാണ്.